പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് ഇന്നത്തെ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രഭാതത്തെ അങ്ങനെ മക്കളെ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ലോകം മുഴുവനും ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങനെ തിരുമുറുവാർന്ന് വലതുകരം ആണിപ്പുഴാർന്ന് അത്ഭുതകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ തിരുമുറുവാർന്ന് വലതുകരത്തെ മക്കളെ ആശീർവദിക്കണമേ. രോഗപീഡിതരെ ഇപ്പോഴും അങ്ങ് സ്പർശിക്കണമേ. ഉച്ചമുതൽ ഉള്ളങ്കാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്രയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ജോലിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങയുടെ മക്കൾ ഇടപെടുന്ന ഓരോ വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങയുടെ മക്കൾ ചർച്ച ചെയ്യുന്ന പ്രത്യേക വിഷയങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ നിങ്ങളുടെ മേൽ ആവസിക്കട്ടെ. കർത്താവിൻ്റെ കരുണ നിങ്ങളുടെ മേൽ ആവസിക്കട്ടെ. നിങ്ങളുടെ യോഗ്യതയാലല്ല, കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾ ചെന്നെത്തുന്ന സ്ഥലങ്ങളിലെ ഇടപെടുന്ന വിഷയങ്ങളിലെ കർത്താവിൻ്റെ കരുണ പ്രവർത്തിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇന്നുവരെ പെൻഡിങ് ആയിട്ടുള്ള തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഒറ്റ ദിവസത്തിൻ്റെ ദൈവികമായ ഇടപെടൽ കൊണ്ട് അതിൻ്റെ തടസ്സം നീങ്ങിപ്പോട്ട് ഈശോ നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ. കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. എൻ്റെ കർത്താവിൻ്റെ മുൾക്കിടത്ത് ഒഴുകുന്ന വിശുദ്ധമായ രക്തം നിങ്ങളുടെ ശിരസിലേക്ക് ഒഴുക്കുകയും നിങ്ങളുടെ സന്ധിബന്ധങ്ങളെ കർത്താവ് രക്തം നിറയട്ടെ. മാംസപേശികളെ കർത്താവ് രക്തം തളിക്കപ്പെടട്ടെ. രക്തഞരമ്പുകളെ കർത്താവിൻ്റെ രക്തം ഒഴുകട്ടെ. ബുദ്ധിയും ബോധവും കർത്താവിൻ്റെ വിശുദ്ധമായ ആത്മാവിനാൽ നിറയട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങളെ യേശുനാമത്തിൽ ഇന്നത്തെ ദിവസം ജനുവരി 14-ാം തീയതിയായ ഇന്ന് ചൊവ്വാഴ്ച നിങ്ങളുടെ വഴിയാത്രകൾ, സംസാരങ്ങൾ, വിഷയങ്ങൾ, ചർച്ചകൾ, മീറ്റിങ്ങുകൾ, സമ്മേളനങ്ങൾ, ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ഇടപെടുന്ന സാഹചര്യങ്ങൾ, ചെന്നെത്തുന്ന ഓഫീസുകൾ, നിങ്ങളുടെ ജോലികൾ, ഉദ്യമങ്ങൾ എല്ലാം നിലവിലുള്ള തടസ്സങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവ്, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നു. കുഞ്ഞുങ്ങൾ ക്ഷീണിതരുണ്ട്, പീഡിതരുണ്ട്. ഗർഭസ്ഥ ശിശുക്കൾക്ക് കർത്താവ് ശ്വാസകോശങ്ങളിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട്. ആന്തരിക അവയവങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. ഗർഭിണികൾ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാൻ അമ്മയും കുഞ്ഞും ആരോഗ്യമായി കർത്താവിന് തിരുസന്നിധിയിൽ എത്തിച്ചേർന്ന് നന്ദി പറയാൻ ഇടയാക്കണമേ. കർത്താവ്, വസ്തു വിൽപ്പനക്കാരുണ്ട്. അതുപോലെ തന്നെ പഠനങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പരീക്ഷയുള്ള മക്കൾ, എല്ലാവരുടെയും തടസ്സങ്ങൾ, പേടികൾ, ഭയങ്ങൾ, ഉറക്കമില്ലാത്ത അവസ്ഥകൾ യേശുക്രിസ്തു നീങ്ങിപ്പോട്ടെ. കടം കിട്ടാനുള്ളവർ, കൊടുക്കാനുള്ളവർ കർത്താവ്, അതെല്ലാം യഥാസമയങ്ങളിൽ ഞങ്ങൾ വാക്ക് പറഞ്ഞിരിക്കുന്ന സമയങ്ങളിലെല്ലാം കൊടുത്തു തീർക്കുവാനും ഉള്ളിൽ ചാഞ്ചല്യമില്ല, കളങ്കമില്ല, എല്ലാത്തിനും പരിഹാരം ഉണ്ടാകാനും ദൈവത്തിൻ്റെ കരുണ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ ഉന്നതമായ നാമം നിങ്ങൾക്ക് ലഭിക്കട്ടെ. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവ്വേശ്വരൻ നീക്കുക. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട, നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷ ലേഖനം കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ്. എല്ലാവർക്കും ആവേശം പകരുന്ന ഒരു വാഗ്ദാനമാണ്. ഒരു സങ്കട സമയത്ത്, പ്രതിസന്ധി സമയത്ത് ഞാൻ മാതാവിൻ്റെ പടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ എനിക്ക് തോന്നി, എന്നെപ്പോലെ വിഷമം, ചില കാര്യങ്ങൾക്ക്, ചില പ്രവർത്തന പ്രതിസന്ധികൾ സാംസ്കാരിക സാമൂഹ്യ മേഖലയിൽ എനിക്കുണ്ടായിരുന്നു. ആത്മീയ മേഖലയല്ല, ആ മേഖലയിൽ ആ മേഖലയിലെ പ്രവർത്തനങ്ങൾ, പബ്ലിഷിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ എഴുത്തിൻ്റെ കാര്യങ്ങൾ, അവിടെ കുറേ തടസ്സങ്ങൾ മാസങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഈ മാസങ്ങളിലൊക്കെ 5 പുസ്തകങ്ങളെ വെച്ച് പ്രസിദ്ധീകരിച്ചാണ്. ഈ വർഷം ആകുമ്പോൾ 24 വലിയ പുരോഗമനം ആ മേഖലയില്ല. അപ്പം അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയാമല്ലോ. എഴുതാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ എഴുതാൻ പോയിന്റുകൾ വരുന്നില്ല, എഴുതാൻ പറ്റണില്ല, സാധനം ഒക്കണില്ല. അങ്ങനെ ആ മേഖല എനിക്ക് ആവശ്യം മെറ്റീരിയൽസ് കിട്ടുന്നില്ല. അപ്പോൾ അത് ബ്ലോക്കായി കഴിഞ്ഞപ്പോൾ ഞാനത് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ്, ഈ വിഷയത്തെക്കുറിച്ച് നീ എന്താണ് പറയണമെന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ മറുപടികളെ ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുമ്പോൾ നിങ്ങളുടെ പ്രതിസന്ധികളെയും ദൈവം ഇതുപോലെ പരിഹരിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ വചനം വായിക്കാം. സക്രിയയുടെ പ്രവചനങ്ങൾ 1:17. വീണ്ടും വിളിച്ചു പറയുക, എന്റെ നഗരങ്ങൾ വീണ്ടും ഐശ്വര്യപൂർണമാകും. കർത്താവ് വീണ്ടും സിയോനെ ആശ്വസിപ്പിക്കും. ജെറുസലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അതായത് ഈ ഐശ്വര്യത്തെ പുനഃസ്ഥാപിക്കുമെന്ന്. അപ്പം ദൈവം ഒരു വാക്ക് പറയുമ്പോൾ അത് വാക്കിൻ്റെ ദാനമാണത്. അതിനെ നമ്മൾ വിളിക്കുന്നത്, ബൈബിളിൽ അറിയപ്പെടുന്നത് വാഗ്ദാനമെന്നാണ്. ദൈവത്തിൻ്റെ ദാനം നമുക്ക് നൽകണത് വാക്കിലൂടെയാണ്. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് നിറവേറും. കാര്യം അത് പറയണത് ദൈവമാണ്. ദൈവം സാധാരണ വികാര വിക്ഷോഭങ്ങൾക്ക് അതീതനും കാലാവസ്ഥ ദുർഭേദങ്ങൾക്കെല്ലാം അതീതനായതുകൊണ്ട് കർത്താവിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ എല്ലാ ദാനങ്ങളും നമുക്ക് ലഭിക്കുന്നത് ആദ്യം അത് വാക്കിൻ്റെ രൂപത്തിലാണ്. വാക്കിലൂടെയുള്ള ദാനത്തിനാണ് നമ്മൾ വാഗ്ദാനം എന്ന് പറയണത്. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് നമ്മുടെ നിക്ഷേപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ വിശ്വസിക്കണം. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ആ വചനം നിങ്ങൾക്ക് അനുഭവവേദ്യമാകും. അതുപോലെ ഈ വചനങ്ങൾ നിങ്ങളുടെ ഐശ്വര്യങ്ങളെ, നിങ്ങൾ കെട്ടൊരു കാലത്തിലൂടെയാണ് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയകാല അനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും അതുപോലെ ഐശ്വര്യങ്ങളെയും ദൈവം ഇന്നത്തെ ദിവസം പുനഃജീവിപ്പിക്കട്ടെ. പഴയ നിങ്ങളെ സന്തോഷിപ്പിച്ച, നിങ്ങളെ നല്ലതുപോലെ കാര്യങ്ങൾ നടക്കുന്നുവെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിട്ടുള്ള, ദൈവാനുഗ്രഹത്തിൽ നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുള്ള ആ നല്ല കാലങ്ങൾ ഈ വാക്കിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും നിങ്ങൾക്ക് ഐശ്വര്യമാകുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി അച്ഛനെ കൂടെ ചേർന്ന് പറയുക. ഒരിക്കൽ കൂടി വായിച്ചുള്ള വചനങ്ങൾ വീണ്ടും വിളിച്ചു പറയുക. എന്റെ നഗരങ്ങൾ വീണ്ടും ഐശ്വര്യപൂർണമാക്കുന്നു. കർത്താവ് വീണ്ടും സിയോനെ ആശ്വസിപ്പിക്കും. ജെറുസലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്ന ഈ വാഗ്ദാനം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ എല്ലാ ആശീർവാദങ്ങൾക്കായി നിങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ജനങ്ങൾ ഇന്ന് ജനുവരി 14 ചൊവ്വാഴ്ച
ശിരസ് നമിച്ച് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ നിൽക്കുമ്പോൾ നിന്റെ തിരുമുറുവാർന്ന് വലത് കരുത്താൽ മക്കളെ ആശ്വസിപ്പിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ആത്മശക്തിയാൽ മക്കൾ അഭിഷേകം പ്രാപിക്കട്ടെ. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവിശ്വര എന്നേക്കും. ദൈവത്തെ, അതുകൊണ്ട് ദൈവത്തെ അംഗീകരിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ കൺട്രോളിൽ കിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് ദൈവമാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. പുറകിൽ നിന്ന് വന്ന കുത്തും വെട്ടുമൊന്നും നമുക്ക് തടുക്കാൻ പറ്റത്തില്ല. അനക്കം കേട്ടാൽ ചിലപ്പോൾ തിരിയാൻ പറ്റും. ചിലപ്പോൾ കൊല്ലാൻ വന്നവന് അനക്കം ഉണ്ടാക്കി ബഹളം എല്ലാവരെയും വിളിച്ച് പറഞ്ഞിട്ടാണ് വന്നത്. അല്ല, അവൻ പതുങ്ങിയല്ലേ വരത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിനെ നമുക്ക് വേണ്ടി വരും. പക്ഷേ ദൈവത്തെ നമ്മൾ അംഗീകരിക്കണം. അംഗീകരിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അഹങ്കാരം അമർത്തണത്. പിടികിടിയ രണ്ട് ദൈവം ഒരുമിച്ച് വസിക്കുന്നില്ലല്ല. അഹങ്കാരം നമ്മൾ ദൈവമല്ലേ. നമ്മളെ ദൈവമാക്കുന്നത് ആരാണ്? അഹങ്കാരമല്ലേ. നമ്മളെ ദൈവമാക്കുന്നത് ആരാണ്? നമ്മുടെ അഹങ്കാരമാണ്. ഇപ്പം രണ്ട് ദൈവം ഒരുമിച്ച് വസിക്കാത്ത കാരണം അഹങ്കാരികളെ ചിതറിക്കാതെ, അത് അമ്മയുടെ വചനങ്ങളെ കണ്ടില്ലേ, അഹങ്കാരികളെ ചിതറിച്ചു. വചനം എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്ക 1:52. ലൂക്ക 1:51. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു വിഷയം, അഹങ്കാരം കുറക്കുമ്പോൾ തന്നെ ഒരു എളിമ വരത്തില്ലേ? അപ്പോഴതിനാണ് വിനയം എന്ന് പറയണത്. ചില ആൾക്കാർക്ക് ഭയങ്കര വിനയമായിട്ട് നമുക്ക് നിവൃത്തിയില്ലാത്ത കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി ചില ആൾക്കാർ വിനയം അഭിനയിക്കും. അവർക്ക് വിനയം അവർക്ക് വിനയമില്ല. ചുമ്മാ ഈ കാര്യം കാണാൻ വേണ്ടി തൽക്കാലം കാണിക്കുന്ന ഒരു അഭ്യാസമാണെന്ന് നമുക്കറിയാമെങ്കിലും ആ അഭിനയമല്ല. അതായത് ഈ അഹങ്കാരം അവസാനിപ്പിക്കുമ്പോഴാണ് വിനയം രൂപപ്പെട്ട് വരുന്നത്. അഹങ്കാരവും വിനയവും ഒരുമിച്ച് വസിക്കത്തില്ല. അതിവിടെ വിഷയമാണ്. ഉടമ്പടിയിലുള്ള ആൾക്കാർ ഇപ്പം അതെനിക്കറിയാം, എന്നോട് ആരും പഠിപ്പിക്കണ്ട എന്ന് പറയത്തില്ല. അതാണ് അഹങ്കാരം. അതെനിക്കറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ട എന്ന് പറയും. ചില ആൾക്കാർ കുറേ മുമ്പോട്ട് പോയാലും പരിചയമില്ലാത്ത സ്ഥലത്ത് ചെന്നാലും ആരോടും വഴി ചോദിക്കത്തില്ല. തന്നെത്താൻ തിരക്ക് കണ്ടുപിടിക്കും. എന്താണ്? ആരോടും ചോദിക്കുമ്പോൾ എനിക്ക് വഴിയറിയാൻ പാടില്ലെന്ന് അവർക്കറിയത്തില്ലേ? അതിവർക്ക് കുറച്ചിലെന്ന് സാധനം. കുറച്ചിൽ കണ്ട ഇവർക്കെന്താ കൂടിയ ഉരുപ്പടിയാണെന്ന് അവർക്ക് തന്നെ അറിയാം. അതാണ് കുറച്ചിലെന്ന് പറയണത്. കുറച്ചിലെന്നല്ലേ പറഞ്ഞത് അഹങ്കാരത്തിന്. അപ്പോൾ ഇവർക്ക് തന്നെ അറിയാം ഇവരെന്താ കൂടിയ ഉരുപ്പടിയാണ്. ഒരു സ്ഥലത്ത് പോവുകയാണ്, പരിചയമില്ലാത്ത വഴിയാണ്, പക്ഷേ നിർത്തിപ്പോലും ചോദിക്കത്തില്ല ഇതെവിടെയാണ് പോകേണ്ടതെന്ന് ചോദിക്കത്തില്ല. എന്താണ്? തിരക്ക് കണ്ടുപിടിക്കും. ഇപ്പം വന്ന് ഗൂഗിളിനോട് മാത്രമല്ലേ ചോദിച്ചുള്ളൂ. അങ്ങനെയല്ല ആൾക്കാർ കുളത്തിൽ ചാടണത്. ഇപ്പം അഹങ്കാരികൾക്ക് ഏറ്റവും വലിയ ഗുണം ചെയ്തിരിക്കുന്ന ഗൂഗിളാണ്. എങ്ങനെയാലും എപ്പോഴായാലും പാഠശേഖരത്തൊക്കെ ചെന്ന് അവസാനിക്കണത്. ഗൂഗിൾ ചേച്ചി എപ്പോഴും തെറ്റിക്കുമല്ല. എന്നാലും വാവിളിച്ച് ആരോടും ചോദിക്കത്തില്ല. നിങ്ങൾ വാവിളിച്ചൊരു കാര്യം ചോദിക്കാത്തതാണെങ്കിൽ അഹങ്കാരിയാണെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അത് ഈ കാര്യത്തിന് വേണ്ടിയല്ല, പല കാര്യത്തിലും നിങ്ങൾ അഹങ്കാരിയാണ്. ഒരു കാര്യത്തിൻ്റെ പോവഴി എങ്ങനെയാണ് എന്ന് ചോദിക്കണം. അറിയാൻ പലരും ചോദിക്കണം. അത് ചോദിക്കുന്നില്ല, അതിന് മോന്തം കയറ്റി ഇരിക്കുകയുള്ളൂ. മറ്റുള്ളവർ ഇങ്ങോട്ട് വന്ന് പറയട്ടെ എന്നൊക്കെ പറയുന്ന സംഭവം ഇവർക്ക് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ഇത് മരിയ സ്പിരിച്വാലിറ്റി വർക്ക് ചെയ്യുന്ന സാധനമാണ്. അത് കാരണം അഹങ്കാരികളെ ഒന്നെങ്കിൽ ദൈവം ചിതറിക്കും, അല്ലെങ്കിൽ നമ്മൾ ചിതറിക്കണം. ഒപ്പിച്ചു പോകാൻ പറ്റത്തില്ല. അപ്പോൾ അത് വിനയാനെതിരെ അവൻ ഉയർത്തി. കണ്ട വചനത്തിൽ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ലൂക്ക 1:52. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. അപ്പൊ എളിയവരെ ആരാണ് ഉയർത്തുന്നത്? എളിയവരെ അവരുടെ ചിറ്റപ്പന അങ്കളാവെന്ന് ഉയർത്തുകയല്ല. ആരാണ് ഉയർത്തണത്? ദൈവം. എന്ന് വെച്ചാൽ എളിയവരെന്ന് പറയുമ്പോൾ മെറിറ്റ്, നോട്ട് ബൈ മെറിറ്റ് എന്നതിൻ്റെ അർത്ഥം എനിക്ക് യോഗ്യതയില്ല, പിന്നെ ആരാണ്? എന്നെ ഒന്ന് ഉയർത്തണമേ.
അത് പറയാനുള്ള എളിമ പത്രോസിനുണ്ടായിരുന്നു. കടലിൽ മുങ്ങിയപ്പോഴേ പുള്ളിവൻ നാഥാ എന്ന് പറഞ്ഞില്ലേ, ഞാൻ നശിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ഞാൻ തീർന്നെന്ന് പറഞ്ഞില്ലേ. തീർന്നില്ല, ഞാൻ നീന്തിക്കരയ്ക്കൊള്ളാം, ഞാൻ 45 വയസ്സ് തൊട്ട് കടലിൽ തന്നെ ജനിച്ചാണ്, എനിക്കാരുടെ സഹായം വേണ്ടെന്ന് പത്രോസ് പറഞ്ഞെങ്കിൽ പത്രോസിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഞാൻ പിടിയിട്ടില്ലേ? പത്രോസ് മുങ്ങിപ്പോവുകയാണ്. നാഥാ എന്ന് വിളിച്ചുകൊണ്ട് കൈ കാണിച്ച് എന്ന് കഴിഞ്ഞാൽ അപ്പം കയറി പിടിച്ച്. ആ കൈയൊന്നും പിടിക്കാൻ പറയണ്ട, എനിക്കറിയാം നീന്താൻ, ഞാൻ 45 വയസ്സിൽ വന്ന് കടൽ കണ്ട ആളാണ്, ഞാൻ 8-ാം വയസ്സിൽ കടൽ കണ്ട ആളാണ്, നിങ്ങൾ കാർപ്പൻ്റർ അല്ലെന്ന് ചോദിച്ചാൽ പണി കിട്ടുക. അതാ വിഷയം. അത് നമ്മൾക്ക് എളിമയുണ്ടോ ഇല്ലയെന്നറിയാൻ നമ്മൾക്ക് മറ്റുള്ളവരുടെ സഹായത്തിന് നമ്മൾ വാ പൊളിച്ച് മിണ്ടുമോ ഇല്ലയോ, അതാണ് അഹങ്കാരികളുടെ മിണ്ടത്തിലവർ ചോദിക്കത്തില്ല, പരമാവധി തന്നെത്താൻ തന്നെ ചെയ്യാൻ നോക്കും. ദൈവം അത് ഉദ്ദേശിക്കണില്ല. കാര്യം നമുക്ക് ചെയ്യാൻ എല്ലാം തന്നെത്താൻ പറ്റത്തില്ല. തന്നെത്താൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടു കാണാം. ഈ ഞാൻ പണ്ടൊരു എക്സ്കർഷന് പോയപ്പോൾ എന്നെ ഈ ചൈൽഡ് പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ബർത്ത് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി. അപ്പോൾ ഒരു മദാമ തന്നെ കൊച്ചിനെ വലിച്ചെടുക്കുകയാണ്, പ്രഗ്നൻ്റാണ്, തന്നെത്താൻ മദാമ തന്നെ. എന്നിട്ട് ആ പ്ലാസൻ്റെയൊക്കെ കടിച്ചു പൊട്ടിക്കണം, എന്തെല്ലാം പരാക്രമം. പക്ഷേ ആ സിനിമയിലേ ഉള്ളു. നിങ്ങൾക്കറിയാമല്ലോ, പ്രസവിക്കണമെങ്കിൽ 5 നേഴ്സുമാർ വേറെ വേണമെന്ന്. അതാണ് സംഭവം. അത് സിനിമയിലേ ഉള്ളു. അത് കണ്ടുകൊണ്ട് ആരും തന്നെത്താൻ പ്രസവിക്കാൻ പോകരുത്, പണി കിട്ടും എന്ന് വെച്ചാൽ ദൈവം ഇവിടെ സൃഷ്ടിച്ചിരിക്കണം മറ്റുള്ളവരെ കൂടി കണ്ടുകൊണ്ടാണ്. മറ്റുള്ളവർ നമ്മളെ സഹായിക്കണം, നമ്മളവരെ സഹായിക്കണം. അങ്ങനെ പരസ്പരം ആശ്രയിച്ചും സ്നേഹിച്ചും ജീവിക്കണം. അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ വളർച്ചയിലാണ് നമ്മൾ ജീവിക്കാൻ ദൈവം ഉദ്ദേശിക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ.